സൂറത്തുൽ കാഫിറൂൻ. ഈ സൂറത്ത് മക്കയിലാണ് അവതരിച്ചത്. ചില ഖുറൈശി നേതാക്കള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, മുഹമ്മദേ, ഞങ്ങളുടെ മതം നീ പിൻപറ്റുക, നിന്റെ മതം ഞങ്ങളും പിൻപറ്റാം. ഞങ്ങളുടെ ദൈവങ്ങളെ നീയും ആരാധിക്കുക, നിന്റെ ദൈവങ്ങളെ ഞങ്ങളും ആരാധിക്കാം. എന്നാൽ നിന്റേതാണ് ഉത്തമമെങ്കിൽ അതിൽ ഞങ്ങളും, അതല്ല ഞങ്ങളുടേതാണ് ഉത്തമമെങ്കിൽ അതിൽ നീയും ഭാഗമാകുമല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മഅദല്ലാഹു അൻ ഉശ്രിക ബിഹി ഗൈറുഹു, അള്ളാഹുവിനോട് മറ്റൊന്നിനെ പങ്കുചേർക്കുന്നതിൽ നിന്ന് ഞാൻ അവനോട് ശരണം തേടുന്നു. ഇതിനെ തുടർന്നാണ് സൂറത്തുൽ കാഫിറൂൻ അവതരിച്ചത്. അനന്തരം മസ്ജിദുൽ ഹറാമിൽ വെച്ച് ഖുറൈശി പ്രമാണികളുടെ സാന്നിധ്യത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അധ്യായം ഓതി വിളംബരം ചെയ്യുകയും ചെയ്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നബിയെ പറയുക, ഓ അവിശ്വാസികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല. വലാ അന ആബിദും മാ അബദ്തും, നിങ്ങൾ ആരാധിച്ചു വന്നതിനെ അഥവാ നിങ്ങളുടെ ആരാധന ഞാനും ആരാധിക്കുന്നവനല്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിച്ചു വന്നതിനെ അഥവാ എന്റെ ആരാധന നിങ്ങളും ആരാധിക്കുന്നവരല്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. ഈ സൂറത്തിലെ ആശയം ഇങ്ങനെയാണ്: അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ചു വരുന്ന യാതൊരു ദൈവത്തെയും ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ അതിന് തയ്യാറുമില്ല. ഞാൻ ആരാധിച്ചു വരുന്നത് അള്ളാഹുവിനെ മാത്രമാണ്. അവനെ നിങ്ങളും ആരാധിക്കുന്നില്ല, അതിന് നിങ്ങൾ തയ്യാറുമില്ല. നിങ്ങൾ നടത്തിവരുന്ന ശിർക്കുപരമായ ആരാധനാമുറകളൊന്നും എനിക്ക് സ്വീകാര്യമല്ല. എന്റെ ആരാധനാമുറകൾ നിങ്ങളും സ്വീകരിക്കുന്നില്ല. എന്റെ ആരാധ്യനായ അള്ളാഹു നിർദ്ദേശിച്ചു തന്ന ആരാധനാരൂപം മാത്രമാണ് ഞാൻ സ്വീകരിച്ചു വരുന്നത്. നിങ്ങൾ നടത്തിവരുന്നതാവട്ടെ, അവ നിങ്ങൾ തന്നെ സ്വയം കെട്ടിയുണ്ടാക്കിയ ചില ചടങ്ങുകൾ മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടെ മതവും നടപടിക്രമവും പിൻപറ്റിക്കൊള്ളുക, ഞാൻ എന്റെ മതവും നടപടിയും പിൻപറ്റിക്കൊള്ളാം. അതതിന്റെ ഫലം നമുക്ക് ഇരുകൂട്ടർക്കും വഴിയെ കണ്ടറിയുകയും ചെയ്യാം.